അങ്ങനെ എന്തായാലും ഒരു അന്താരാഷ്ട്ര പദവിയിലേക്ക് നമ്മുടെ കിറ്റക് സാബു എത്തിച്ചേരും. അതിനുള്ള എല്ലാ സൂചനകളും അദ്ദേഹം നൽകുന്നുണ്ട്. ആ അന്താരാഷ്ട്ര പദവി ധനകാര്യ മേഖലയുമായി ബന്ധപ്പെട്ടായിരിക്കും. കാരണം ലോകത്തിൻ്റെ ധനകാര്യ വ്യവസ്ഥയെ പിടിച്ചു കുലുക്കുന്ന വലിയൊരു സംഭവം ഇന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കറിയാവുന്നതുപോലെ കിറ്റക് സാബു ഒരു ചെറിയ ആളല്ല, വലിയൊരു വ്യവസായ സാമ്രാജ്യത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ 2020 അരിയും പഞ്ചാരയും പപ്പടവും കൊടുത്ത് രാഷ്ട്രീയ കക്ഷികളുടെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി രംഗത്തിറങ്ങിയ, പണ്ട് നമ്മുടെ ഫിലിപ്പച്ചായനൊക്കെ പണ്ട് വിപ്ലവത്തിൽ പങ്കെടുത്തവർ അവസാനം മതപ്രഘോഷകരായി മാറിയതുപോലെ സാബുണ്ണൻ NDAയുടെ ഭാഗമായി കഴിഞ്ഞു. അങ്ങനെ കഴിയുന്നവർക്ക് ഓരോ തരത്തിലുള്ള ചില പ്രത്യേകതകൾ കണ്ടു തുടങ്ങും. നമ്മുടെ ശ്രീധരൻ സാറ് കൊങ്കൺ റെയിൽവേയുടെ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം അതിൽ ചേർന്നതിന് ശേഷം കണ്ടില്ലേ നിങ്ങൾ, സംസ്ഥാന സർക്കാർ പറയാതെ, കേന്ദ്ര സർക്കാർ പറയാതെ, ആരും ഒരു കത്ത് പോലും കൊടുക്കാതെ പുള്ളിയുടെ ഭാര്യ വിളക്ക് കത്തിച്ച് അതിവേഗ റെയിൽപാതയുടെ ഓഫീസ് അദ്ദേഹം തന്നെ തുറന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അവസാനമായി ആ പറയുന്ന അതിവിശിഷ്ടമായ ഒരു ഭാവം പ്രകടിപ്പിക്കുന്ന ആളാണ് സാബുണ്ണൻ. സാബുണ്ണൻ്റെ ഏത് കണ്ടുപിടുത്തമാണ് ലോക സമ്പദ് വ്യവസ്ഥയെ വല്ലാതെ പിടിച്ചുലച്ച്, ലോക സമ്പദ് വ്യവസ്ഥ ഉലഞ്ഞു, പിന്നെ തുമ്മി, പിന്നെ ചുമച്ചു, ഇപ്പം ലോക സമ്പദ് വ്യവസ്ഥ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ ഇടുന്ന സമയത്ത്. സംഗതി വേറൊന്നുമല്ല, ഈ രൂപയുടെ വില ഇടിയുന്നത് ഒരു ധനകാര്യ സംഗതിയുടെ തകർച്ചയോ അല്ലെങ്കിൽ വേറൊന്നുമല്ല. അത് ബോധപൂർവം വ്യവസായികളെ സഹായിക്കുന്നതിനും, പിന്നെ വ്യവസായികളുടെ കാര്യം മാത്രമേ സാബുച്ചായം പറഞ്ഞുള്ളൂ, NRIകളെ സഹായിക്കുന്നതിനും വേണ്ടി സർക്കാർ മനഃപൂർവ്വം അത് ബുദ്ധിപരമായി മോഡിജി താഴ്ത്തി കൊടുക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. ആ സെൻറ്റൻസ് പൂർത്തിയായപ്പോൾ അടുത്തിരുന്ന രാജീവ് ചന്ദ്രശേഖർ സാറ് പോലും ഒന്ന് കിടുങ്ങി, ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി, ആരാ ഇത് എന്നുള്ള രീതിയിൽ. കാരണം ഇത്രയും ഫലപ്രദമായ ഒരു സാമ്പത്തിക സിദ്ധാന്തം ലോകത്തിന്ന് വരെ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. ചില രാജ്യങ്ങളിലൊക്കെ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഈ ആഗോളവൽക്കരണം, ഉദാഹരണവൽക്കരണമൊക്കെ വന്നു. അവിടെയൊക്കെ ഈ വിലയുടെ മൂല്യം കുറഞ്ഞ്, നമ്മൾ കണ്ടതുപോലെ ഈ തൊട്ടടുത്ത ശ്രീലങ്കയിലൊക്കെ ഒരു ചായയ്ക്ക് പോലും നോട്ട് കെട്ട് വേണ്ടി വരുന്ന അവസ്ഥ എന്നൊക്കെ പറയുന്നത്, അന്ന് നമ്മൾ വിചാരിച്ചത് അത് ധനകാര്യ സംഗതികളുടെ ഒരു ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ തകർച്ചയാണ്, ഒരു സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയാണ്. ഏത് നോട്ടിനാണോ, ഏത് കറൻസിക്കാണോ വാല്യൂ അപ്രിസിയേഷൻ ഉണ്ടാകുന്നത്, അത് ആ സമ്പദ് വ്യവസ്ഥയുടെ ഒരു വളർച്ചയുടെ ലക്ഷണവും, ഏതിനാണോ അത് കുറയുന്നത് അതൊരു തകർച്ചയുടെ ലക്ഷണവുമായിട്ടാണ് നമ്മൾ കണ്ടതെങ്കിൽ, ഇപ്പോൾ സാബുവിയൻ ഫിനാൻഷ്യൽ തിയറി പ്രകാരം അതല്ല, തന്ത്രപരമായി അത് താഴ്ത്തി കൊടുക്കുന്നതാണ്. എങ്ങനെയാണ് താഴ്ത്തുന്നത്? നമ്മൾ സാധാരണ സൈക്കിളിൽ കാറ്റടിക്കാനായി ഇങ്ങനെ പമ്പ് വെച്ചിട്ട് ഇങ്ങനെ പൊക്കി പൊക്കി താഴ്ത്തൂല്ലേ, ഇങ്ങനെ എന്ന് പറഞ്ഞ് താഴ്ത്തുന്നത് പോലെ താഴ്ത്തി കൊടുക്കുന്നതാണ്. അങ്ങനെ താഴ്ത്തി കൊടുക്കുന്നത് കൊണ്ടാണ് ഗൾഫിൽ ദിർഹത്തിനും റിയാലുമൊക്കെ NRI വരുന്ന ആളുകൾക്കൊക്കെ കൺവേർഷനിൽ വലിയ തുക കിട്ടുന്നതും വ്യവസായികൾക്ക് വലിയ അപ്രിസിയേഷൻ കിട്ടുന്നതും. ഈ ഇത്രയും വലിയൊരു സിദ്ധാന്തമുള്ള ഒരു മനുഷ്യനെയാണ് കേരളം യഥാർത്ഥത്തിൽ അവഗണിച്ചത്. ഇത്രയും വലിയൊരു ധനകാര്യ പോളിസി കയ്യിലുള്ള ആളാണ് ഈ സംസ്ഥാനത്ത് കച്ചവടം നടത്താനാവാതെ മറ്റൊരു സംസ്ഥാനത്തേക്ക് പോയി ആ സംസ്ഥാനത്തിൻ്റെ പുണ്യമായത്. ഏതായാലും ഇനി അദ്ദേഹം NDAയുടെ ഭാഗമായതോടുകൂടി ഇനി സാബു ജേക്കബ് സാറായിരിക്കും അവിടുത്തെ ധനകാര്യ സംഗതികൾ, ഇപ്പം നമ്മുടെ ശ്രീധരൻ സാറ് റെയിൽവേയുടെ കാര്യങ്ങൾ നോക്കുന്നത് പോലെ ധനകാര്യ കാര്യങ്ങളിൽ അദ്ദേഹമായിരിക്കും അഭിപ്രായം പറയുക. ഇപ്പം തന്നെ ഈ കരാർ ഒപ്പുവെച്ചതിൽ അദ്ദേഹം സന്തുഷ്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കണ്ടെത്തലാണ്. അതായത് രൂപയുടെ മൂല്യമിടിയുന്നത് ബോധപൂർവം താഴ്ത്തി അത് സംരക്ഷിക്കുന്നതാണ് എന്ന് പറഞ്ഞ സാബു സാറിന് ഒരു സല്യൂട്ട്.